പതിവ് പോലെ തന്നെ നമ്മുടെ കൂൺ വെച്ചിട്ടുള്ള റൂമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കൂണുകളും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. നമുക്കിന്ന് ഇതിനകത്ത് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ള വിത്തുകളൊക്കെ പാഴിപ്പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വച്ചിട്ടുള്ള കൂണുകളൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നം, അതായത് എന്തെങ്കിലും ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നത്തെ പോലെ തന്നെയാണ് ഇന്നും നമ്മൾ ജസ്റ്റ് നമ്മുടെ നോട്ടമൊക്കെ നമ്മുടെ മഷ്റൂമിലോട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കും. നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് എല്ലാ കൂണുകളും. 2 ദിവസത്തിനകം നമുക്കത് പറിക്കണം കേട്ടോ. പറിച്ചിട്ട് പാക്ക് ചെയ്തൊക്കെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ FSSAI നമ്പറൊക്കെ ഇതിനിടയിൽ നമ്മൾ എടുത്ത് കേട്ടോ അപ്ലൈ ചെയ്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ സ്റ്റിക്കറൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ബെഡിന് വേണ്ടിയിട്ടുള്ള പെല്ലറ്റ് ശരിയാക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അടുത്തുള്ള പാത്രത്തിലെന്ന് പറയുന്നത്. നമ്മുടെ മഷ്റൂമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വീഡിയോയിലും അതുപോലെ ഷോപ്പിലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ ഞാൻ ഇതുപോലെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മളതിൽ സക്സസ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി, നമുക്ക് പാഴ്സൽ വന്നിട്ടുള്ള പെട്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസമായപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം. എന്തെങ്കിലും ചീത്തായ വിത്തുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് എടുത്ത് കളയണം. ഇതൊക്കെ നമ്മൾ ടൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ബെഡ് ഹാങ് ചെയ്യാനും അതുപോലെ തന്നെ ബെഡിൻ്റെ അടിയിലുള്ള റബ്ബർ ബാൻഡിന് പകരം യൂസ് ചെയ്യാനായിട്ടൊക്കെയാണ് ആ ഗ്രീൻ കളർ ത്രെഡൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ആ വൈറ്റ് കളറിൽ വരുന്നത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ്. പിന്നെ നമ്മുടെ കവറുണ്ട്. പിന്നെ പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ടൈ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഇതിനകത്താണ് നമ്മുടെ കേസിങ്ങും അതുപോലെ വിത്തും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബോക്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരു വഴി കൂടി നടക്കട്ടെ. നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട്, വീഡിയോസിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചീപ്പസ്റ്റായിട്ട് നമുക്ക് മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. ശരിയാണ്, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതിൽ നമുക്ക് 40 രൂപയോ 50 രൂപയോ ഒന്നും മുതൽ മുടക്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പിന്നെ നമുക്ക് ചെറുതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് വലുതാക്കി എടുക്കാൻ കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് 30 രൂപ 40 രൂപയ്ക്ക് ചെയ്യാമെന്ന്. ശരിയായിരിക്കാം, ചെയ്തെടുക്കാം. ചിലർ വാഴയുടെ പോള വെച്ചിട്ടും വാഴയില വെച്ചിട്ടും വൈക്കോൽ വെച്ചിട്ടും പെല്ലറ്റ് വെച്ചിട്ടും ബെഡ് മേറ്റ് വെച്ചിട്ടും ചകിരിച്ചോറ് വെച്ചിട്ടും അങ്ങനെ ഒത്തിരി മീഡിയം യൂസ് ചെയ്തിട്ട് മഷ്റൂം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ നോക്കുകയാണ്. നമ്മുടെ കൂണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് നമ്മുടെ ഈ വീഡിയോസിൽ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ 30 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അത്ര ഒരു എമൗണ്ടിൽ നമുക്കിത് കവർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതായത് ഏറ്റവും പൊടി പാക്കറ്റിലെ വിത്ത് വാങ്ങിക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ അസുഖം വന്ന സ്ഥലത്ത് 2 ബെഡുകളുണ്ട് കേട്ടോ. ഇനി